എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ഇന്ന് ആൾക്കാർ ഒന്നുകിൽ ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ലഹരികളുടെ പുറകെ പോയിട്ട് ജീവിതം ഇന്ന് നശിപ്പിക്കുന്ന രീതിയിലേക്ക് ജനം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ചെറുപ്പക്കാരും കുട്ടികളടക്കം വരെ ഇന്ന് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പല മരണങ്ങളും നമ്മൾക്ക് ഷോക്കാണ്. കാരണം അയ്യോ, എല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. പല ആത്മഹത്യ ചെയ്യുന്നവരെ എടുത്തു നോക്കുമ്പോഴും അവർക്ക് ഒന്നിനും കുറവില്ലാത്തവരാ. എന്ന് വെച്ചാൽ അവരുടെ അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ഇവർ പോയിട്ട് ആത്മഹത്യയെ ശരണം പ്രാപിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഏകാന്തത അല്ലേ. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഒന്ന് അതല്ല എങ്കിൽ ഇവർക്ക് ചില ഹോപ്പുകൾ നഷ്ടമാകുന്നു, പ്രതീക്ഷകൾ നഷ്ടമാകുന്നു, ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകളില്ല. അങ്ങനെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നു. ഇനി അതല്ല എങ്കിൽ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നമ്മളെ ചതിക്കുന്നു എന്നുള്ള ചിന്ത മനസ്സിലോട്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആത്മഹത്യയെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും. ഓർക്ക് ഈ ആത്മഹത്യ ഒരിക്കലും ജയമല്ല. അതൊരു പക്ക പരാജയമാണല്ലേ. ഒരു വ്യക്തികളുടെ പരാജയമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. പലപ്പോഴും ഒന്ന് ഓർത്ത് നോക്കിക്കുക, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. അതേസമയം എല്ലാം ഉള്ളവരാണ് പലപ്പോഴും എന്തിലേക്ക് പോകുന്നത്? ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് ക്രിസ്ത്യാനികളുടെ രീതിയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുനിന്ന് ദൈവം അവർക്ക് പ്രതീക്ഷകൾ കൊടുക്കുന്നുണ്ടല്ലേ. എന്നാൽ എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ പോലും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ. അവർക്ക് ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകും അല്ലേ. ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോഴാണ് തങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, തങ്ങൾക്ക് ഏകാന്തതയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഇവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ പറയുന്നത്? യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്നാണ് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു കർത്താവാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എന്നൊരു കർത്തൃത്വം നടത്തുന്നവൻ എന്ന് വെച്ചാൽ എൻ്റെ നിയന്ത്രണം മുഴുവൻ ആരുടെ കരത്തിലാണ്? ക്രിസ്തുവിൻ്റെ കരത്തിലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ക്രിസ്തുവിൻ്റെ കരത്തിലാണ് നിൻ്റെ നിയന്ത്രണമെങ്കിൽ എങ്ങനെയാണ് നിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ, നിൻ്റെ ജീവിതം നിനക്ക് തന്നെ അവസാനിപ്പിക്കുവാനായിട്ട് പറ്റുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ കരത്തിലേക്ക് നീ നിൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം. കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വാഗോട്ട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ആരായിത്തീരുന്നത്? ക്രിസ്ത്യാനിയായിത്തീരുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇനി പേരൻസിനോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ എന്തിനാണ് മക്കളെ വളർത്തുന്നത്? മക്കളെക്കുറിച്ച് അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളാണ്, ഒത്തിരി ആഗ്രഹങ്ങൾ അവർക്കുണ്ട്. ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വിധം മാറും, പേരൻസിൻ്റെ വിധം മാറും. ഇതുപോലെ തന്നെ മക്കളോട് ചോദിച്ചാൽ മക്കൾ പറയും, എൻ്റെ അപ്പനും അമ്മയും അവരുടെ ആയ കാലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ലെന്നേ, അതുകൊണ്ട് ഞങ്ങളിന്ന് ഭയങ്കര ദുരിതത്തിലാണ്, കഷ്ടത്തിലാന്ന് പറഞ്ഞാൽ അവരോട് ചോദിച്ചാൽ അവർക്കും പരാതിയും പരിഭവവുമാണ് ഉള്ളത് അല്ലേ. ഇനി ഭർത്താക്കന്മാരുടെ ഇടയിലോട്ട് വന്നാലോ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ. അല്ലെങ്കിൽ അവിഹിത ബന്ധങ്ങളിലേക്ക് പോകുന്നു, കുടുംബജീവിതം തകരുന്നു, തലമുറകൾ നശിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഓർക്കുക, ഈ ലോകത്തിൽ നമ്മൾ കണ്ടെത്തുന്ന സ്നേഹങ്ങളെല്ലാം അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതൊക്കെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതൊക്കെ നമ്മളെ വിട്ടുപോകും. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമേ നമ്മളുടെ ഏതവസ്ഥയിൽ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ ഒറ്റപ്പെടലുകളിൽ, നമ്മളുടെ താഴ്ചകളിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ ഒക്കെ ദൈവം മാത്രമേ നമ്മളെ വിട്ടുപോകാത്തതുള്ളൂ. ബാക്കി എല്ലാവരും വിട്ടുപോകും, പാതി വഴിയിൽ വിട്ടുപോകും. ഇനി ഭർത്താക്കന്മാരുടെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാലോ അവിടെ ഒരു പകുതിയും അഭിനയിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ അഭിനയിച്ച് തീർക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ, റീൽസിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എത്ര എണ്ണം. നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ ലൈഫാണ് ലൈഫ് എന്ന് വിചാരിക്കും. എന്നാൽ ഒന്നും അല്ലെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ട്രാജഡി അവർ തന്നെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഓർക്കുക, ആരുടെ ജീവിതത്തിലും എന്തില്ല,
തൃപ്തിയില്ല എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം തന്നെയാണ്. ഓർക്കുക, നമ്മൾക്ക് തൃപ്തി തരാൻ ആർക്കേ പറ്റത്തുള്ളൂ? ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ദൈവത്തെ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവം നമ്മളെ കൈവിടത്തില്ല. കാരണം നമ്മൾ ആശ്രയിക്കുന്ന മനുഷ്യരിൽ ആശ്രയിച്ചാൽ മനുഷ്യരൊക്കെ മാറിപ്പോകും. കാരണം അവർ മറ്റു ബന്ധങ്ങളിലേക്ക് പോകും. ഇനി ഭാര്യയാണെങ്കിൽ പറയാം, എൻ്റെ ഭർത്താവിന് ഇന്ന കുറവുകളുണ്ടെന്ന് പറഞ്ഞും അയൽവക്കത്തെ വീട്ടിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ പുറകെ പോയിട്ട് എന്താണ് ജീവിതം നശിപ്പിച്ച് കളയുന്ന അല്ലെങ്കിൽ കുടുംബജീവിതം തകർത്ത് കളയുന്ന എത്രയോ പേരുണ്ടല്ലേ. അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെയാണ് അല്ലേ. ഭാര്യയ്ക്ക് നൂറ് കുറവുകളാണ്. അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തും. എന്താ വെച്ചാൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അക്കരെ നിൽക്കുന്നതൊക്കെ എന്താണ് വളരെ നല്ലതാണെന്നൊക്കെ നമ്മൾക്ക് തോന്നും. പക്ഷേ അതൊന്നും നല്ലതല്ല എന്ന് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. കാരണം ഓർക്കുക, ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യരെല്ലാവരും കുറവുള്ളവരും പോരായ്മകളുള്ളവരുമാണ്. ആരും പെർഫെക്റ്റ് അല്ല. ഒരാൾ പോലും പെർഫെക്റ്റ് അല്ല. ദൈവം മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. മനുഷ്യരിൽ ആരും പെർഫെക്റ്റ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം നമ്മൾക്ക് സകല വിഷയങ്ങൾക്ക് പരിഹാരം തരും. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് സകല വിഷയത്തിനും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടുന്ന സകല വിഷയങ്ങൾക്കുമുള്ള പരിഹാരം വിശുദ്ധ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് ഏറ്റെടുത്ത് ആ രീതിയിലൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ന് പല ബന്ധങ്ങളും തകരുന്നതിന്, പലരും ഇന്ന് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിശ്വസ്തത എന്ന് വെച്ചാൽ അവർക്ക് ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് എപ്പോഴും എന്താണെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങ് തരുന്ന ജീവിത പങ്കാളി ആയിരിക്കണം എൻ്റെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് വരേണ്ടതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാം. നമ്മൾ എല്ലാം നോക്കും, ആളിവിടെ അയർലൻഡിലാണ്, അല്ലെങ്കിൽ ആളിവിടെ എന്താണ് UK-യിലാണ്, മെൽബണിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്, കാനഡയിലാണ്, അല്ലെങ്കിൽ എന്താണ് ഫ്ലോറിഡയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഓ സൂപ്പർ എന്ന് വിചാരിക്കും. പണമുണ്ട്, ജോലിയുണ്ട്, പദവിയുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഭയങ്കര സൂപ്പറാണെന്ന് പറയും. പക്ഷേ ഇത് അടുത്ത് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതൊക്കെ വെറും പുറം പൂച്ചകൾ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇവരോട് അടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ് പൊള്ളയാണ് എന്ന് മനസ്സിലാകും. അവിടെ നമ്മൾക്ക് മനസ്സിലാകും അമേരിക്കയിൽ പോയിട്ടും കാര്യമില്ല, വലിയ ജോലി ഉണ്ടായിട്ടും കാര്യമില്ല, എല്ലാം വേണം, പണം വേണം, പണമില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റത്തില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പണമുണ്ടായിട്ടും നമ്മൾക്ക് ലഭിക്കേണ്ട സമാധാനവും സ്വസ്ഥതയും നമ്മളുടെ കുടുംബജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ ഈ പണം കൊണ്ട് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പണം വേണ്ട എന്നല്ല. ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മൾക്ക് പണം ആവശ്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുറത്തുള്ള ഇങ്ങനെയുള്ള വിവാഹാലോചനകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ. ഇത് ഓരോരുത്തരും കൊണ്ടുവരും. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ പറയുമ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് പല വിവാഹങ്ങളിലേക്കും നമ്മൾ എടുത്തു ചാടുന്നത്. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞുകൂടാ ഇവർക്ക് അവിടെ വേറെ അഫെയറുകളുണ്ടോ, വേറെ ബന്ധങ്ങൾ അവിടെ ഉണ്ടോ എന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾക്കിവിടെ എന്താണ് ഉത്തരം തരേണ്ടതാരാണ്? മനുഷ്യരോട് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അറിയുന്ന കാര്യങ്ങൾ പോലും മിണ്ടത്തില്ല. കാരണം വിവാഹം ഇവർ മുടക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ കിടക്കപ്പുറതി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പലരും അറിയുന്ന കാര്യങ്ങൾ പോലും പുറത്തോട്ട് പറയാറില്ല. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഇതിനകത്തൊരു സൊല്യൂഷൻ? എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങ് ഒരുക്കുന്നതിനെ എൻ്റെ ജീവിതത്തിലോട്ട് ഒരുക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തക്ക തുണയെ നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കി തരിക തന്നെ ചെയ്യും. ഇനി ഈ തക്ക തുണയെ ഒരുക്കി തന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക എല്ലാം സ്മൂത്തായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കരുത്. അവിടെയും വിഷയങ്ങൾ വരും. കാരണം രണ്ട് എന്താ പറയുക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടതാണ് അല്ലേ. രണ്ട് സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്നവരാണ്. വിഷയങ്ങളും അവിടെയും ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്താണെന്നറിയാമോ? ദൈവം യോജിപ്പിച്ചതാണ് എങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്. എന്താണെന്നറിയാമോ? അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളും. നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ ഞാൻ അങ്ങയുടെ ആലോചന ചോദിച്ചിട്ട് അങ്ങയുടെ ഹിതപ്രകാരമല്ലേ ഞാൻ ഈ വിവാഹത്തിലോട്ട് എടുത്തു ചാടിയത്? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബജീവിതത്തിൽ ഈ വിഷയങ്ങൾ കടന്നു വരുന്നതും എൻ്റെ ജീവിത പങ്കാളി എന്തുകൊണ്ടാണ് മറ്റൊരു അഫെയറിലേക്ക് പോകുന്നത്? ഇതൊക്കെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ടാകും. ഇനി ഇതൊന്നുമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം പറയും, നീ എന്നോട് ചോദിച്ചിട്ടാണോ ഇതിനകത്തോട്ട് എടുത്തു ചാടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉത്തരമില്ല. അവിടെയും പ്രാർത്ഥിച്ചാൽ വിടുതൽ ദൈവം തരും. കാരണം നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിപ്പോയാൽ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു വിവാഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. അതൊരു നേരായ രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾക്കൊരു സ്വസ്ഥതയും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരണമെങ്കിൽ നമ്മളതിന് കുറേ വില കൊടുക്കേണ്ടി വരും. അതേസമയം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള വിവാഹമാണ് എങ്കിൽ നമ്മളതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ദൈവം അതിന് പരിഹാരം തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്.
വായിക്കുന്നത് അല്ലേ? സൃഷ്ടിച്ചവൻ ആദ്യം വരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവരിരുവരും ഏക ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർതിരിക്കരുതെന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ലെന്നും ഏത് അഫെയറിൽ ചെന്ന് പെട്ടാലും അതിൽ നിന്നൊക്കെ ആ കുരുക്കിൽ നിന്നൊക്കെ ഊരിക്കൊണ്ട് വരുവാൻ ആർക്ക് പറ്റും? ദൈവത്തിന് പറ്റും. ഇനി എന്തിനേറെ പറയുന്നു, നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനർത്ഥങ്ങൾ വരുന്നതിന് മുൻപേ ദൈവ സ്വപ്നത്തിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള ദൈവത്തിൻ്റെ വചനത്തിലൂടെയൊക്കെ ദൈവം നമ്മൾക്ക് അതിൻ്റെ മുന്നറിയിപ്പുകൾ തരും. മുന്നറിയിപ്പുകൾ തന്നൊന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എന്താണെന്നറിയുമോ? ഇവർ വേറെ ഏതെങ്കിലും കുരുക്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുരുക്കിൽ നിന്നൊക്കെ ഊരി അവിടെ രണ്ടുപേരും തമ്മിൽ എന്താണ് അവിഹിതത്തിൽപ്പെട്ടിരിക്കുന്ന ആ രണ്ട് കുരുക്കുകളും അവിടെ കലഹമുണ്ടായി അത് തകർന്ന് നമ്മുടെ അടുത്തേക്ക് തന്നെ മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേട്ടോ. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് വിടുതലില്ലാത്ത ഒരു വിഷയവുമില്ല. അതല്ലാതെ നമ്മൾ നിരാശയിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ തിരഞ്ഞെടുത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അവിടെ നമ്മൾ തോറ്റ് പിന്മാറുകയാണ് ചെയ്യുന്നത്. മറ്റവരെന്ത് ചെയ്യും? അവർ കുറച്ച് നാൾ സന്തോഷത്തോടെ പോകും. അത് കഴിയുമ്പോൾ വീണ്ടും അതിനെ കഴിഞ്ഞും എന്താ പറയുക, ദുസ്സഹമാകും അവരുടെ ജീവിതം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾക്ക് പൊതുവെ അറിയാം അല്ലേ, എന്താണ് പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുന്നു, അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. ഓക്കെ, ഞാനതൊക്കെ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളെ ചതിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾക്ക് മറ്റൊരാൾ അതേ വ്യക്തിയിലൂടെ തന്നെ നമ്മൾക്ക് എന്ത് വരും? മറ്റൊരു ചതി നമ്മളെ തേടി വരും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇതിനകത്തോട്ടൊക്കെ ഒന്നും പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ മതി. ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ? നമ്മൾക്കൊരു ഡിപ്രഷനും ഉണ്ടാകത്തില്ല, നമ്മൾക്കൊരു നിരാശയും ഉണ്ടാകത്തില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ നമ്മൾക്ക് വരത്തില്ല. കാരണം ഈ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടെന്നുള്ളൊരു തോന്നലും നമ്മൾക്ക് എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്കാന്ന് ഒരിക്കലും വരത്തില്ല. നമ്മളെ ഒന്നും എന്താ പറയുക, സ്വാധീനിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് വിഷയങ്ങളും മാറിപ്പോകും. പിന്നെ അടുത്തത് എന്താണ്? നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ വരത്തേയില്ല. നമ്മൾ എന്തായിരിക്കും എപ്പോഴും ദൈവത്തിൻ്റെ ആ ഒരു കൂട്ടായ്മ ദൈവം നമ്മൾക്ക് തരും. അത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, എന്താണ്? കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടുകാർ തരുന്ന അതിലും അപ്പുറം സന്തോഷം ദൈവത്തിൻ്റെ കൂട്ടായ്മയിലൂടെ നമ്മൾക്ക് ലഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ ഡിപ്രഷനിലേക്ക് പോകത്തില്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ ഹോപ്പ് നഷ്ടമാകത്തില്ല. കാരണം ദൈവം നമ്മളുടെ പ്രത്യാശയാണ്, അവിടെ നമ്മൾക്ക് പ്രത്യാശ തരുന്നവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ആശ്രയിക്കുക. പകരം ആത്മഹത്യയിലേക്ക് പോകരുത്, നിരാശയിലേക്ക് പോകരുത്. നിരാശയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓർക്കുക, അത് പിന്നെ കുറേ നമ്മൾ ഒറ്റപ്പെടലിലേക്ക് വരും. ഒറ്റപ്പെടലിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ട് പോകും? നമ്മൾ ആത്മഹത്യ തിരഞ്ഞെടുക്കും. കാരണം ഈ നിരാശ കൊണ്ടുവരുന്നത് തന്നെ ആരാണ്? പിശാചാണ് കൊണ്ടുവരുന്നത്. പിന്നെ അപ്പോൾ എന്താണ്? നിരാശ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരും. പ്രാർത്ഥിക്കുവാൻ പറ്റാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാച് നമ്മൾ പിടിമുറക്കുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും, പിന്നെ ആത്മഹത്യയിലേക്ക് പോകും. അതാണ് ഇങ്ങനെയുള്ള ആത്മഹത്യകൾക്ക് പിന്നിൽ സംഭവിക്കുന്നത്. കാരണം ഈ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും പിശാചാണ്, അത് വേറെ ആരുമല്ല ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ തോൽക്കുവാനായിട്ട് പോകണ്ട, നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി ജീവിത പങ്കാളികളാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ജീവിതത്തിൻ്റെ ഉലച്ചിലുകൾ തട്ടുന്നു, അല്ലെങ്കിൽ പങ്കാളി വേറെ ആരുടെയെങ്കിലും പുറകെ പോകുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അതങ്ങ് പോട്ടെ എന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് അവിടത്തിനകത്തുനിന്ന് വിടിയിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ഇത് വീണ്ടും അടുത്തതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് പോകുന്നത് അങ്ങ് പോകട്ടെ എന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ നമ്മൾ ദൈവത്തോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ പോകുന്നതിന് മുൻപേ തന്നെ ദൈവം നമ്മൾക്ക് എന്ത് തരും? മുന്നറിയിപ്പ് തരും. നമ്മൾക്ക് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ വിഷയത്തിനകത്ത് നമ്മൾക്ക് ജയം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. എന്താണ്? ആ വചനം വെച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിനകത്തെ ആ വചനം വെച്ച് പ്രാർത്ഥിക്കാം. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആ വചനം വെച്ച് നമ്മളങ്ങ് പ്രാർത്ഥിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് പറയുക? യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ എൻ്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ, എൻ്റെ കുടുംബത്തെ തകർക്കുവാൻ, എൻ്റെ കുടുംബ ബന്ധത്തെ തകർക്കുവാൻ നിൽക്കുന്ന, അത് വ്യക്തികളുടെ രൂപത്തിലാകട്ടെ ഏത് രൂപത്തിലാണെങ്കിലും കടന്നു വരുന്ന ആ പിശാചിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിച്ച് വചനത്തിൽ ഉറച്ചു നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ സംഭവിക്കും. എന്ന് വെച്ചാൽ അവർ വേറെ റിലേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിടെ ഒരു കലഹമുണ്ടായോ ഏതെങ്കിലും വിധത്തിൽ അത് രണ്ടിനെ രണ്ട് വഴിക്കാക്കി നിനക്ക് അവകാശപ്പെട്ടതിനെ നിന്റെ കരത്തിൽ കൊണ്ടുതരുവാനായിട്ട് ദൈവത്തിന് പറ്റുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം നമ്മൾ വിചാരിക്കുമോ ഇത് പോയി ഇനി അതൊരിക്കലും തിരിച്ചു വരത്തില്ല. അല്ല കേട്ടോ, അതൊക്കെ കൊണ്ടുതരുവാനായിട്ട് ദൈവത്തിന് പറ്റുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. കാരണം ഈ മറ്റൊന്നിന് എന്ന് വെച്ചാൽ നമ്മൾക്ക് അവകാശപ്പെട്ടത് വേറൊന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ കരത്തിൽ അത് അധികം നാൾ നിൽക്കത്തില്ല.
അത് അധികം നാൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ ആർക്ക് പറ്റത്തില്ല? ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റത്തില്ല. അത് എന്തുമാകട്ടെ, ഏത് നന്മകളാകട്ടെ, വ്യക്തികളെ ആകട്ടെ, എന്തുമാകട്ടെ, അത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് മടങ്ങി നമ്മുടെ കരത്തിൽ തന്നെ ദൈവം കൊണ്ടുത്തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾക്ക് സൊല്യൂഷൻ ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. അല്ലാതെ വ്യക്തികളോ കൗൺസിലേഴ്സോ ആരുമല്ല നമ്മൾക്ക് എന്ത് തരുന്നത്, ആശ്വാസം തരുന്നത്, പ്രത്യാശ തരുന്നത്. ദൈവം മാത്രമേ നമ്മൾക്ക് പ്രത്യാശ തരത്തുള്ളൂ. അതുകൊണ്ട് ദൈവം മാത്രമേ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി പരിഹാരം ഉണ്ടാക്കി തരത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾക്കൊരു നിരാശയിലേക്ക് നമ്മൾ പോകത്തില്ല, ഒരു ഒറ്റപ്പെടലിലേക്കും പോകത്തില്ല, ഒരു ആത്മഹത്യയിൽ നമ്മൾ അഭയം പ്രാപിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.